ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കിടിലൻ സബ്ജിയാണ് അല്ലെങ്കിൽ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ലസൂനി മേത്തി എന്നൊക്കെ പറയും. പേര് കേട്ടിട്ട് പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആവണ ഉലുവച്ചീരയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ കുറച്ചധികം വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെന്ന് മാത്രം. ഇതിൻ്റെ മെയിൻ താരം വെളുത്തുള്ളിയാണെന്ന് മാത്രം. അതിന് പേര് അതുകൊണ്ട് ലസൂനി നായി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണൂ. ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഉലുവച്ചീര ഞാൻ ഇതിന് മുന്നേ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിരുന്നു, ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞിട്ട്. ആ ഇല തന്നെയാണ് കേട്ടോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അതറിയാത്തവർക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന് കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അത് വല്ലാതെ വലിച്ച് നീട്ടി പറയുന്നില്ല, നേരിട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ അന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഉലുവച്ചീരയാണ്. കളറൊന്നും പോയിട്ടില്ല, കണ്ടോ, ഫ്രഷ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് ജീരകം ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇത്തിരി അധികം ചേർത്തിട്ടാണ് ഈ ഉലുവച്ചീര റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി തന്നെയാണ് ഇതിലത്തെ മെയിൻ താരം കേട്ടോ. ഇതിലേക്കൊരു 2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഉലുവച്ചീര വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ആദ്യം ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ അന്നത്തെ പോലെ ഉപ്പുവെള്ളത്തിൽ ഇതാക്കി വെച്ച മേത്തി, അതായത് ഉലുവച്ചീര, വെള്ളത്തിൽ നിന്ന് ഊറ്റിയതിന് ശേഷം അത് ഇടാം. ഒന്ന് വഴറ്റട്ടെ. കടന്ന് വരുമ്പോഴേക്ക് പോർഷൻ വളരെ കമ്മിയാവും കേട്ടോ. ഇലയല്ലേ, അപ്പോൾ വേഗം ഒന്ന് ചുരുങ്ങി വരും. ഇതിൻ്റെ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു പേസ്റ്റ് നമുക്ക് അരച്ചെടുക്കാണ്ട്. ഇത് ഭയങ്കര റിച്ച് ഹെൽത്തിയാണ്. കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാനിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. റോസ്റ്റഡ് പീനട്ട് ഇതിലേക്കുള്ള പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു 1/2 കപ്പ് പൊട്ടുകടല, റോസ്റ്റഡ് ആയിട്ടുള്ള പൊട്ടുകടല ഇടുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് വെളുത്ത എള്ളാണ് ഇടണത്. അതൊരു 2 ടേബിൾ സ്പൂണ് നിറച്ച്. ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല, അതാണ് ഞാൻ റിച്ച് ആണെന്ന് പറഞ്ഞത്. ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരക്കാം കേട്ടോ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല. ഇത് ഞാൻ ആ പാനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് വീണ്ടും ചേർക്കണത്. എണ്ണ ചൂടായ ഇനി ആദ്യം ഇതിലേക്കും വേണം ഒരു 1/2 ടീസ്പൂണ് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം. വീണ്ടും വെളുത്തുള്ളിയാണ് അതിന് ഏറ്റവും അധികം ടേസ്റ്റ് മുമ്പിലേക്ക് നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം. ദാബയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ലസൂനി പാലക്ക് ഇവരുണ്ടാക്കണ മെത്തേഡും അവർ നല്ല ഇങ്ങനെ കുഴുകുഴുകനെ ഉണ്ടാവും. അത് ഈ പേസ്റ്റ് കാരണമാണ് അതിങ്ങനെ കൊഴുത്ത് വരുന്നത്. ജീരകം ഒക്കെ പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഒരു ഉണ്ട ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. അതിങ്ങനെ കൊത്തി അരിയണം, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഗ്രേറ്റർ ഉണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ഇതാക്കിയാലും മതി. ഒന്നും കൂടി മൂത്ത് വരികൊണ്ട് നല്ല ബ്രൗൺ ആവണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള വരണം. സവാള ഒരു മീഡിയം സൈസ് ചേർക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ 2 ചെറിയ തക്കാളിയാണേ. വലുതാണെച്ചാൽ 1 ഇട്ടാൽ മതി. ചെറിയൊരു പുളിപ്പ് നമുക്ക് കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഇനി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെ ഇടണം, കാശ്മീരി അല്ല കേട്ടോ. 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്.
പച്ചമണം പോയ ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇടാം. ഈ കമ്മിയാക്കിയിട്ട് തന്നെയാണ്. ഇതൊന്നും കൂടെ അതിൻ്റെ പച്ചമണം ഒന്നും കൂടെ പോയി വരട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നുവെച്ചാൽ തിക്കായ ഒരു പടി പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ കേട്ടോ. കുറച്ചും കൂടി ഉപ്പ് വേണം. ഇതാ ഒന്നിങ്ങനെ തിക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഉലുവച്ചീര ഇതിലേക്കിടാം. അതുകൂടി ഇടുമ്പോഴേക്ക് നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കൈവിടാതെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കറിക്ക് വേണ്ട കേട്ടോ. ഇത് പാലക്കിലായാലും നമുക്ക് ചെയ്യാം. മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. അരപ്പും ഒക്കെ നന്നായി ഇതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ റെസിപ്പിയാണ്. അപ്പം ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കിടിലൻ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.